അപ്പം എല്ലാ നിൽക്കും ഉത്തമമാവുന്ന ഒന്നിലേക്കാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. അതാണ് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത് അത് പൂർണ്ണമായ ഇത് ശരീഅത്താണ്. അത് സാദിഖത്താവുന്നതായ കലിമാത്തുകളാണത്. അത് വളരെ ആദിലത്താവുന്ന നീതിപൂർവ്വമുള്ള കലിമത്തുകളാണ്. അവ വളരെ സത്യമാവുന്നതായ വചനങ്ങൾ, പൂർണ്ണമായിട്ട് നീതിയുള്ളതായ അഹ്കാമുകൾ. അതിൻ്റെ ഏത് വിധികൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിന് നീതിയല്ലാത്ത ഒന്നില്ല. അത് വളരെ പൂർണ്ണമാവുന്നതായ ഒരു സംവിധാനം. അതാണ് വിശുദ്ധമാവുന്ന ഈ ദീൻ. ആ ദീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സംരക്ഷണത്തിലേക്ക് ഇവിടെ ഏത് ലോകത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല ഘടകങ്ങളും എനിക്ക് ആവശ്യമാണ്. അതെനിക്കിവിടെ പണ്ഡിതന്മാർ മാത്രം ഉണ്ടായാൽ പോരാ, പണ്ഡിതന്മാർ ഇവിടെ ആവശ്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ വേണം, സാധാത്തുക്കൾ വേണം, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം, സാധാരണക്കാരായ ആളുകൾ വേണം, വിവരമില്ലാത്ത ആളുകളും വേണം. ഇതെല്ലാം കൂടി കൂടുമ്പോഴേ ദീനിവിടെ അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിനിവിടെ നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരും നമുക്ക് ആവശ്യമാണ്. ദീനിവിടെ നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ സഹായം നമുക്ക് വേണം, ഭരണത്തിലില്ലാത്തവരെ സഹായവും നമുക്ക് വേണം. അപ്പം ഈ നിലക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ദീൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ എല്ലാ ഗുണങ്ങളും നബിയിലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണകർത്താവായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ഡിതനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദാത്യങ്ങളിൽപ്പെട്ട പ്രമുഖനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറബ്ബിയായ ഷെയ്ഖായിരുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരുമിച്ച് കൂടി. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ വിവരമില്ലാത്തവരുണ്ടാവും. അവർ റസൂലുള്ളാഹി കൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായ ഒരവസ്ഥയിലേക്ക് അവരെന്താക്കാണ് ഉയർത്തപ്പെടുകയാണ്, സഹാബി എന്ന് പറഞ്ഞ ആ പദവിയിലേക്ക്. അങ്ങനെ വിവരം കുറഞ്ഞ ആളുകളുണ്ടാവും, ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാവും. അപ്പം ഈ എല്ലാ വിധത്തിലുള്ള വിഭാഗത്തിലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവരെ സഹകരണങ്ങളും സഹായങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന സംഘടന, അത് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ അവർ കൂടിയാലോചിച്ചു. പ്രമുഖരാകുന്ന വ്യക്തികളോട് അവരുടെ ആശയം അവരെ മുന്നിൽ വെച്ചു. ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും കഴിവുള്ളവൻ്റെയും കഴിവില്ലാത്തവൻ്റെയും ഒക്കെ, ഇവിടുത്തെ വിവരമില്ലാത്തവൻ്റെയും വിവരമുള്ളവരെയൊക്കെ സഹായങ്ങൾ അതിലേക്ക് ആവശ്യമായി. അപ്പോൾ പരസ്പര സഹായത്തോട് അതോട് രാഷ്ട്രീയമായ സഹായവും നമുക്ക് ആവശ്യമായി. അപ്പോൾ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും സഹായം നമുക്കുണ്ടാവണം, എല്ലാ വിഭാഗത്തു നിന്നുള്ള ആളുകളെയും സഹായം നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. മദ്യത്തിനെ പറ്റിയും മറ്റ് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ ഉള്ള വലിയ ക്യാമ്പയിൻ നടത്തുക. അത് മാത്രം നടത്തിയാൽ പോരാ, നമ്മൾ ഭീകരവാദത്തിനെ സംബന്ധിച്ചും ശരിക്ക് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിട്ട്. കാരണം ഇലാമാവുക ഖൈറുൽ ലഹും ബിദ്ദാത്ത് എന്നാണ്. എല്ലാ നിലക്കുള്ള ഖൈറുള്ള സംഗതിയിലേക്കാണ് വിശുദ്ധമാവുന്ന ശരീഅത്ത് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ മുസ്ലിം പേരുള്ളവരിൽ നിന്നിട്ട് അതൊരിക്കലും ഇതുപോലുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഒരു യഥാർത്ഥ മുസ്ലിം അവൻ മുസ്ലിമായും കൊണ്ട് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത്. അങ്ങനല്ലേ? മറ്റുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാവട്ടെ ആരും ഉപദ്രവിക്കുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും രക്ഷ നൽകുന്നവരാവണം, നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരാവണം, എല്ലാവരെയും ആദരിക്കേണ്ടവരാവണം, നമ്മൾ കൃപ ചെയ്യേണ്ടവരോട് കൃപ ചെയ്യേണ്ടവരാവണം, എല്ലാവരോടും നല്ലത് പറയുന്നവരാവണം. ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ വേണ്ടാത്തതായ വിചാരങ്ങളോ അതുപോലുള്ള മറ്റോ നമ്മളെ ഹൃദയത്തിലുണ്ടാവാൻ പാടില്ല. ആളുകളെ സംബന്ധിച്ച് മോശമായ നിലക്ക് അവരെ ചിത്രീകരിക്കുകയോ അവരെ സംബന്ധിച്ച് എഴുതുകയോ മറ്റോ ചെയ്യുക, അതൊക്കെ നിരോധിക്കപ്പെട്ട സംഗതികളിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ വിശുദ്ധമായ ഈ ശരീഅത്ത് നിരോധിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞിക്കണം.
അങ്ങനെ നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി നന്മകളൊക്കെ ഈമാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഏറ്റവും വലിയ തകരാറ് അതാണ്. നമ്മൾ സ്ഥാപനങ്ങളുണ്ട്, നമുക്കൊരുപാട് അതുപോലെ തന്നെ ദഅവത്തിന്റെ മേഖലകൾ പലതുമുണ്ട്. ഇതൊന്നും വേണ്ട മാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ അത് വിജയിക്കണില്ല. കാരണം എന്താ? ഏത് നന്മകളാണെങ്കിലും ആ നന്മകളെ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ആ ഈമാൻ, ശക്തമായ ഈമാൻ ഹൃദയത്തിലുണ്ടാവണം. മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ മുൻഗാമികളാവുന്ന സാദാത്തുക്കളാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, മറ്റ് പ്രമുഖ വ്യക്തികളാവട്ടെ, ഇവരൊക്കെ വിശുദ്ധമാവുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന പ്രചോദനം, അല്ലെങ്കിൽ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രചോദനം ഉണ്ടായിത്തീർന്നത് വിശുദ്ധമായ ഈമാനിൽ നിന്നാണ്. വിശുദ്ധമായ ഈമാനിൽ നിന്നുണ്ടാവുമ്പോഴേ അത് അർഹിക്കപ്പെടുന്ന നിൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന നമ്മുടെ ഹസനാത്തിൻ്റെ ആ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുന്നതായ സ്വഭാവം എനിക്കുണ്ടാവുള്ളൂ.